ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ വിളിച്ചിരിക്കുന്ന സസ്യ നോക്കുകയാണെങ്കിൽ ഓഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഏതൊക്കെ പോസ്റ്റാണ്, എത്രയാണ് വേക്കൻസി, അതുപോലെ ഏജ് ലിമിറ്റ് എല്ലാം നമുക്ക് നോക്കാം. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2/3/2026. സോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 9/3/2026 ക്ലോസ് ചെയ്യുന്നത്. സോ ഏജ് ലിമിറ്റ് നോക്കാം, 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ SC കാൻഡിഡേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മിനിമം ക്വാളിഫിക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന വൾണറബിലിറ്റി അസസ്മെൻറ്റ് ആൻഡ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് സ്കെയിൽ 2 and 3 ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, BTech ഇൻ EC, CS, IT പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇൻ ഓൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. അതോടൊപ്പം എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ് ഹൗ ബേസിക് സ്ക്രിപ്റ്റിംഗ് നോളജ് ഉണ്ടായിരിക്കണം. പൈത്തൺ, ബാഷ് ഓർ സിമിലർ. ആൻഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുമെന്നേ ഉള്ളൂ. മാൻഡേറ്ററി അല്ല, പ്രിഫറൻസ് കിട്ടുമെന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് IT ജനറൽ കൺട്രോൾസ്, ITGC ഓഡിറ്റ് സ്കെയിൽ 1 and 2 ആണ്. മിനിമം ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, BTech ഇൻ EC, CS, IT ആണ്. വിത്ത് 50% മാർക്ക് ഇൻ ഓൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് റെഡ് ടീം ലീഡ് സ്കെയിൽ 1 and 2 ആണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ CS, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, BTech ഇൻ EC, CS, IT വിത്ത് 50% മാർക്ക്. ആൻഡ് ഓൾസോ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 1 year ആണ് പ്രൊബേഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളത്താണ് പോസ്റ്റിംഗ് ലൊക്കേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡ് ഓഫ് സെലക്ഷൻ ആണ്. ആദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ പ്രിലിമിനറി ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യും. അതിൽ നിന്നായിരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂവിന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സോ ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് മീറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഇവിടെ കുറേ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്, ആ ഡോക്യുമെൻ്റ് തന്നിരിക്കുന്ന ഫോർമാറ്റിൽ തന്നിരിക്കുന്ന MB വേണം അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. സോ ഇപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്.